Hello dear students, CSCB എക്സാമിനേഷനിൽ അക്കൗണ്ടൻസിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതുപോലെ കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഡിഫറൻസ് ഷോ ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared by the depositor for the purpose of reconciling or making agree the cash book balance with the passbook balance on a certain date by making suitable adjustments. എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അക്കൗണ്ട് അല്ല. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഡിപ്പോസിറ്ററാണ്. ഇനി എന്തിനാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ബിസിനസ് ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസൊക്കെ രണ്ട് ബുക്കുകളിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാഷ് ബുക്കിൽ, രണ്ട് പാസ്ബുക്കിൽ. ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, പാസ്ബുക്ക് ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ചില മാസങ്ങളിൽ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാസ്ബുക്ക് പ്രകാരമുള്ള നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസും ഡിഫറൻസ് ഷോ ചെയ്യും. അങ്ങനെ ഡിഫറൻസ് ഷോ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടുപിടിക്കുകയും അത് ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയും ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഒരേ എമൗണ്ട് ആക്കുകയും മേക്കിംഗ് എഗ്രി ഒരേ എമൗണ്ട് ആക്കുകയും അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഇറ്റ് വാസ് പ്രിപ്പയർഡ് ഓൺ എ സർട്ടൻ ഡേറ്റ്. ഒരു പ്രത്യേക ദിവസമാണ് BRS പ്രിപ്പയർ ചെയ്യാറുള്ളത്. പൊതുവേ എല്ലാ മാസത്തിൻ്റെ അവസാന ദിവസമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇറ്റ് വാസ് പ്രിപ്പയറിംഗ് ബൈ മേക്കിംഗ് സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും എഗ്രി ചെയ്യിപ്പിക്കുന്നത്, റീകൺസിൽ ചെയ്യിപ്പിക്കുന്നത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തിയിട്ടാണ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഡിഫറൻസ് ഷോ ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിൽ ചില കാരണങ്ങൾ നമ്മൾ ആഡ് ചെയ്യും, ചിലത് ലെസ് ചെയ്യും. അങ്ങനെ ആഡും ലെസ്സും ചെയ്തിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് നമ്മൾ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും റീകൺസിൽ ചെയ്യുന്നത് ഓർ എഗ്രി ചെയ്യിപ്പിക്കുന്നത്. ഇൻ കേസ് ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ഡസ് നോട്ട് എഗ്രി, ദ റീസൺ ഫോർ ഡിസഗ്രിമെൻറ്റ് ഷുഡ് ബി നോട്ട് ഡൗൺ ബൈ കമ്പയറിംഗ് ദ എൻട്രീസ് ഇൻ ദി പാസ്ബുക്ക് ആൻഡ് ദാറ്റ് ഓഫ് ദി ക്യാഷ് ബുക്ക്. ഇങ്ങനെ ഒരു മാസത്തിലെ ഏതെങ്കിലും ഒരു മാസത്തിലെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഒരേ എമൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ, രണ്ടിൻ്റെയും ബാലൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബുക്കും പാസ്ബുക്കും വെച്ച് മാച്ച് ചെയ്ത് നോക്കും, എൻട്രീസൊക്കെ കമ്പയർ ചെയ്യും. ക്യാഷ് ബുക്കിൽ എൻട്രീസും കമ്പയർ ചെയ്യും, പാസ്ബുക്കിൽ എൻട്രീസും കമ്പയർ ചെയ്യും. എന്നിട്ട് അതിൽ നമ്മൾ എന്തുകൊണ്ടാണ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും അത് രണ്ട് ബുക്കും കമ്പയർ ചെയ്തിട്ട് നമ്മളത് കണ്ടുപിടിക്കും. All the reasons for the difference should be taken into a statement called a bank reconciliation statement. ഇങ്ങനെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഡിഫറൻസ് ഷോ ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഷോ ചെയ്യും. ദസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ബ്രിങ് ക്യാഷ് ബുക്ക് ബാലൻസ് എഗ്രിമെൻറ്റ് വിത്ത് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസും എഗ്രി ചെയ്യിപ്പിക്കാനായിട്ട്, ഒരേ ബാലൻസ് ആക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ഡിപ്പോസിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഡിഫറൻസ് എമൗണ്ട് ഷോ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഫസ്റ്റ് എന്താ പറയുന്നത്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് അല്ലേ. നമ്മളൊരാൾക്ക് ചെക്ക് കൊടുത്തു, ഒരാൾക്ക് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ബുക്ക് എന്താണ്, ക്യാഷ് ബുക്കാണ്. നമ്മളത് ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ച് കാണിക്കും. ഇനി നമ്മൾ കൊടുത്ത ചെക്കിൻ്റെ എമൗണ്ട് പാസ്ബുക്കിൽ നിന്ന് എപ്പോഴേ കുറയുള്ളൂ, നമ്മൾ ചെക്ക് കൊടുത്ത ആൾ, നമ്മൾ ആർക്കാണോ ചെക്ക് കൊടുത്തത് അദ്ദേഹം എന്നാണോ ആ ചെക്ക് ക്യാഷാക്കി മാറ്റുന്നത് അപ്പോഴേ പാസ്ബുക്കിൽ നിന്ന് ആ എമൗണ്ട് കുറയുള്ളൂ. നമ്മൾ ചെക്ക് കൊടുത്ത ആൾ
ആ വ്യക്തി നമ്മൾ ഈ മാസം കൊടുത്ത ചെക്ക് അടുത്ത മാസം ക്യാഷാക്കി മാറ്റുന്നുള്ളൂ എങ്കിൽ അടുത്ത മാസം അത് പാസ്ബുക്കിൽ നിന്ന് കുറയുള്ളൂ. അപ്പോൾ ഈ മാസം ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് ഡിഫറൻസ് ഷോ ചെയ്യും. ഇതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. നമുക്ക് ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ കാണിക്കാൻ പറ്റുന്ന ബുക്ക് ഏതാണ്? ക്യാഷ് ബുക്ക്. ഇനി നമുക്ക് കിട്ടിയ ചെക്ക് അന്ന് തന്നെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. ചെക്കിനൊരു വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി അവസാനിക്കുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെക്ക് കിട്ടി, ആ ചെക്ക് നമുക്ക് അടുത്ത മാസം കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇന്ന് ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ബുക്ക് ഏതാ? ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കും. പാസ്ബുക്കിൽ ഇതെപ്പോഴാണ് ആഡ് ഓൺ ആയിട്ട് വരിക? നമ്മൾ കിട്ടിയ ചെക്ക് എന്താണോ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ചെക്ക് നമ്മൾ അന്ന് തന്നെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഡിഫറൻസ് ഷോ ചെയ്യും. അടുത്തെന്താ പറയുന്നത്? തേർഡ്, ഇൻട്രസ്റ്റ് എക്സെട്ര ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് ബട്ട് നോട്ട് ഷോൺ ഇൻ ദ ക്യാഷ് ബുക്ക്. പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു. പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തന്നു എന്നാണ് അർത്ഥം. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ട് അല്ലേ? ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തന്ന കാര്യം ആദ്യം അറിയുന്നത് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് പാസ്ബുക്കിലാണ്. ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് എവിടെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകും? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകും. സോ ഇങ്ങനൊരു റീസൺ വന്നു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് ഡിഫറൻസ് ഷോ ചെയ്യും. ഇനി ഫോർത്ത് എന്താ പറയുന്നത്? ബാങ്ക് ചാർജസ് എക്സെട്ര ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. ബാങ്ക് നമുക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ തരുന്നുണ്ട്. അതിനൊക്കെ ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് ചാർജ് ഈടാക്കിയ കാര്യം ആദ്യം അറിയുന്നത് ബാങ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇത് റെക്കോർഡ് ആവുന്നത് പാസ്ബുക്കിലായിരിക്കും. പാസ്ബുക്കിൽ ബാങ്ക് ചാർജ് ഈടാക്കുന്ന സമയത്ത് പാസ്ബുക്കിൽ എമൗണ്ട് കുറയും. ക്യാഷ് ബുക്കിൽ നിന്ന് എപ്പോഴും അത് കുറയാം? നമ്മുടെ ചാർജ് ഈടാക്കിയ കാര്യം, ബാങ്ക് ചാർജ് ഈടാക്കിയ കാര്യം നമ്മൾ അറിയുന്നത് എപ്പോഴാണോ അപ്പോൾ നമ്മൾ ബാങ്ക് ചാർജ് ഈടാക്കിയ കാര്യം നമ്മൾ അറിയാൻ വൈകിയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ വിട്ടുപോകും. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ബുക്കും പാസ്ബുക്കും പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസ് ഡിഫറൻസ് ഷോ ചെയ്യും. ഇനി ഫിഫ്ത്ത് വൺ എന്താ പറയുന്നത്? ഡയറക്റ്റ് പേയ്മെൻറ്റ് ഇൻ ടു ദ ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമർ. നമുക്ക് ക്യാഷ് തരാനുണ്ടായിരുന്ന നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ ക്യാഷ് തരുന്നതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു തന്നു. ഈ കസ്റ്റമർ നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ടില്ല, നമ്മൾ എപ്പോഴത്തൊന്നും ബാങ്കിൽ പോയി നോക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ കസ്റ്റമർ നമുക്ക് ക്യാഷ് അയച്ചെന്ന കാര്യം പാസ്ബുക്കിൽ മാത്രമേ റെക്കോർഡ് ആയിട്ടുണ്ടാവുള്ളൂ, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഡിഫറൻസ് ഷോ ചെയ്യും. ഇനി സിക്സ്ത് എന്താ പറയുന്നത്? പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ദ കസ്റ്റമർ നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. നമുക്ക് ബാങ്ക് എന്ത് ചെയ്തു? നമ്മുടെ പേയ്മെൻറ്റുകൾ, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മുടെ വാട്ടർ ബില്ല്, ഇൻ്റർനെറ്റ് ബില്ല്, പാൻഡിങ്ങിനൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ, ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ബാങ്ക് അടച്ചോളൂ. നമ്മൾ പോയിട്ട് KSEBയിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഒരു മാസത്തിൽ ഇലക്ട്രിസിറ്റി ബില്ല് ബാങ്ക് പേ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഏത് ബുക്കിലായിരിക്കും റെക്കോർഡ് ആവുക? പാസ്ബുക്കിലാണ്. പാസ്ബുക്കിൽ നിന്ന് എമൗണ്ട് കുറയും. ഈ മാസം ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണ് ബാങ്ക് കൊടുത്തത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് ഡിഫറൻസ് ഷോ ചെയ്യും. ദെൻ സെവൻത്ത് വൺ, ചെക്ക് ക്രെഡിറ്റഡ് ബട്ട് ഡിഷോണഡ്. നമുക്ക് ചെക്ക് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്ത് കാണിക്കും. പാസ്ബുക്കിലും ആഡ് ഓൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ആ ചെക്ക് എന്തായിട്ടുണ്ട്? ഡിഷോണഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തുക പാസ്ബുക്കിൽ കയറില്ല. സോ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് ഡിഫറൻസ് ഷോ ചെയ്യും. ഇതിനടുത്ത് ഡിഷോണർ ഓഫ് ബില്ല് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിഷോണറായി മാറിക്കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് ആ പൈസ ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ആദ്യം അറിയുന്നത് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ആവുന്നത് പാസ്ബുക്കിലാണ്. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിഷോണർ ആയ കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ നമ്മളിത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്കിൻ്റെ ബാലൻസും ഡിഫറൻസ് ഷോ ചെയ്യും. ദെൻ ഇനി നയൻത്ത് റീസൺ, എറേഴ്സ് ആൻഡ് ഒമിഷൻ. എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോവുക, എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തുക, ഒമിഷൻ എന്ന് പറഞ്ഞാൽ മറന്നു പോവുക. ഫോർ എക്സാമ്പിൾ, എറേഴ്സിന് എക്സാമ്പിൾ, ഞാൻ ബാങ്കിലേക്ക് ഒരു 50,000 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് പാസ്ബുക്കിൽ 50,000 കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് വന്നു. പക്ഷെ ഞാൻ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തപ്പോൾ 50,000 ഒരു 0 കുറഞ്ഞു പോയി, 5,000 എഴുതി. ഇപ്പോൾ ഒരു 45,000 റുപ്പീസ്, 45,000 രൂപയുടെ ഡിഫറൻസ് ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഷോ ചെയ്യും. ഇതെന്തിന് എക്സാമ്പിളാണ്? എററിന് എക്സാമ്പിളാണ്. ദെൻ ഒമീഷന്,
ഞാൻ വളരെ ബിസി ആയിരിക്കുന്ന സമയത്ത് ATM നിന്ന് കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. കോർ ബാങ്കിങ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഏത് ബാങ്കിൻ്റെ ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ പാസ്ബുക്കിൽ അപ്പോൾ തന്നെ ആ എമൗണ്ട് കുറയും. അപ്പോൾ ഞാൻ വളരെ തിരക്കുള്ള സമയത്താണ് ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ക്യാഷ് ബുക്കും പാസ്ബുക്കും ബാലൻസും തമ്മിൽ ഡിഫറൻസ് ഷോ ചെയ്യും. സോ ഇതൊക്കെയാണ് ക്യാഷ് ബുക്കും പാസ്ബുക്കും ബാലൻസ് ഡിഫറൻസ് ഷോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 9 കാരണങ്ങൾ. സോ നമ്മൾ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. 2, കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. സോ താങ്ക് യു സോ മച്ച്.